സമസ്തയുടെ 100ാം വാർഷിക സമ്മേളനം പ്രമാണിച്ചിട്ട് ഒരു പ്രോഗ്രാം ഇവർ സംഘടിപ്പിച്ചിട്ടുണ്ട്. നമുക്കത് ഉസ്താദോട് ചോദിക്കാം. നമ്മുടെ സമസ്തയുടെ ദേശീയ വിദ്യാഭ്യാസ പദ്ധതിയായ SNECയുടെ കീഴിൽ ഇൻഷാ അല്ലാഹ് നാളെ 7ാം തീയതി ഒരു നാഷണൽ എഡ്യൂക്കേഷൻ കോൺക്ലേവ് നടക്കുന്നുണ്ട്. അപ്പം അതിന് സംസ്ഥാനങ്ങളിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പ്രൊഫഷണലുകളായിട്ടുള്ള നമ്മളുടെ അതിഥികളാണ് ഇവിടെ എത്തിച്ചേർന്നത്. സ്വീകരണം നമുക്ക് നമ്മുടെ മുട്ടുന്തല മുസ്ലിം ജമാഅത്ത് കമ്മിറ്റിയുടെ കീഴിലാണ് ഒരുക്കിയിട്ടുള്ളത്. അവരുടെ മഹലിൻ്റെ കീഴിൽ നമുക്കറിയാം ഒരുപാട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, എയ്ഡഡ് സ്കൂളുകൾ, അൽബിർ പോലത്തെ ഇസ്ലാമിക് ഇൻസ്റ്റിറ്റ്യൂഷനുകളൊക്കെ ഇവിടെ പ്രവർത്തിച്ചു വരുന്നുണ്ട്. समझता कैसी काम कर रहे हैं, बिल्कुल बहुत अच्छी खासी काम कर रहे हैं. हम मुतमईन है इस बारे में. हमने सोचा कि अभी तक सुन रहे थे. മഹലിൻ്റെ കീഴിലുള്ള സ്കൂളുകൾ, മദ്രസകൾ, അതുപോലെ നമ്മൾ ചെയ്യുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ പരിചയപ്പെടുത്തി കൊടുക്കുക എന്നുള്ളതാണ് നമ്മളെ ഉദ്ദേശം. കുട്ടുന്തല മഹലിൽ കുറച്ചു കാലമായി കൊണ്ടുവന്നിട്ടുള്ള എല്ലാ പുരോഗതികളും അത് എല്ലാ സ്ഥലങ്ങളിലേക്ക് എത്തപ്പെടണമെന്നും മറ്റുള്ളവർക്ക് ഒരു പ്രചോദനമാവണമെന്നുള്ള ആഗ്രഹമുള്ളത് കൊണ്ടാണ് ഇതൊക്കെ പറയുന്നത്. ഉത്തരേന്ത്യയിലെ എല്ലാ സ്റ്റേറ്റിലെ ആൾക്കാരുണ്ടല്ലോ. ഉത്തരേന്ത്യയിലുള്ള എല്ലാ സ്റ്റേറ്റിലെ ആൾക്കാരും, ഉത്തരേന്ത്യ മാത്രമല്ല ദക്ഷിണേന്ത്യ. I have come from the Bihar Sitamarhi district. So I have seen the first time I have come in Kerala, I have seen the Kurtaba management. So nice, very nice. The students is okay, very big knowledge. Okay, also. first of all, Alhamdulillah to Almighty Allah Subhanahu wa Taala for giving me this very unique, and this is my very in my lifetime I have just experienced with all those small kids. മഹദി മാമിൽ കൂടാൻ ഈ കൊടിയുണ്ടാക്കി സമസ്ത മഹിതർ തങ്ങൾ വരക്കൽ മൊഴി പോലെ ജ്വലിക്കും അവസ്ഥ. മഹദി മാമിൽ കൂടാൻ ഈ കൊടിയുണ്ടാക്കി സമസ്ത മഹിതർ തങ്ങൾ വരക്കൽ മൊഴി പോലെ ജ്വലിക്കും അവസ്ഥ. ജിഫ്രി തങ്ങൾ വിളിച്ചാൽ എങ്ങനെയാ വിളി തള്ളാനാ? ആലിക്കുട്ടി ഉസ്താദിൻ മൊഴി എങ്ങനെ മാറാനാ? ജിഫ്രി തങ്ങൾ വിളിച്ചാൽ എങ്ങനെ ആ വിളി തള്ളാനാ? ആലിക്കുട്ടി ഉസ്താദിൻ മൊഴി എങ്ങനെ മാറാനാ? ഔലിയാക്കളെ പാതയിൽ വാടോ